പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. കാരണം 7ാം ക്ലാസ് ബേസ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ LDക്ക് പ്രിപ്പയർ ചെയ്തവർക്ക് ലളിതമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ്, മാത്സിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡെയിലി GK നോട്ടുകൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ വിശദീകരണം, എങ്ങനെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2 സംഖ്യകളുടെ തുക അവയുടെ വ്യത്യാസത്തിൻ്റെ ഇരട്ടിയാണ്. അതിൽ ഒരു സംഖ്യ 10 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഇപ്പോൾ 2 സംഖ്യകൾ, നമുക്ക് സംഖ്യകൾ X എന്നും Y എന്നും എടുക്കാം. 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ X + Y. അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അവയുടെ വ്യത്യാസത്തിൻ്റെ ഇരട്ടിയാണെന്ന്. അപ്പോൾ X - Y എന്നാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2, അത് X - Y ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു X + Y = 2 എന്ന് പറഞ്ഞാൽ 2X, അതുപോലെ 2Y. 2XY ആണ് അവരുടെ തമ്മിലുള്ള വ്യത്യാസമാണ് X + Y എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ട് ഒരു സംഖ്യ 10 എന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഒരു സംഖ്യ 10 എന്നുണ്ട്. അപ്പോൾ നമുക്ക് Xഉം Yയും ആദ്യം കാണാം. അപ്പോൾ അതിൽ Y ആണ് നമുക്ക് 10 എന്നുണ്ട്. മറ്റേ സംഖ്യ നമുക്ക് ഏതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ Y പ്ലസ് ഈ Y - 2Y എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ +Y ആവും. +2Y = 2X. +2X അവിടെ നിന്ന് ഈ X +X ഇങ്ങോട്ട് വരുമ്പോൾ -X ആകുന്നു. ഇപ്പോൾ 2Y + Y 3Y ആവുന്നു. = 2X എന്ന് ഒരു X പോയാൽ X. അപ്പോൾ X എന്ന് പറയുന്നത് 3Y ആണ്. X എന്ന് പറയുന്നത് 3Y ആകുമ്പോൾ Y ഇവിടെ തന്നിട്ടുണ്ട്. Y നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Y എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ X കണ്ടുപിടിക്കണം. X = 3Y ആകുമ്പോൾ 3 × 10 30. അപ്പോൾ X എന്ന് പറയുന്നത് 30 ആണ്. ഒരു സംഖ്യയുടെ തുക അവയുടെ വ്യത്യാസത്തിൻ്റെ ഇരട്ടിയാണ്. അതിൽ ഒരു സംഖ്യ 10 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഒരു സംഖ്യ 10ഉം മറ്റേ സംഖ്യ 30ആണ്. ഇത് തന്നെ നമുക്ക് ഓപ്ഷനും ഈ രീതിയിൽ ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷനും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ ഈക്വേഷൻ ബേസ്ഡ് മെത്തേഡാണ്. മറ്റേത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ: ഒരു സംഖ്യയുടെ 1/6 ഭാഗം 5 ആയാൽ ആ സംഖ്യയുടെ 5 മടങ്ങ് എത്രയാണ്? ഒരു സംഖ്യയുടെ 1/6 5 ആണ്. അപ്പോൾ ആ സംഖ്യയുടെ 5 മടങ്ങ് എത്ര? ഇപ്പോൾ X എന്ന് പറയുന്ന സംഖ്യയുടെ X × 1/6 നമുക്ക് തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. ആ 5ൻ്റെ 5 മടങ്ങ് 5X എത്രയായിട്ടുള്ളത്? അപ്പോൾ നമുക്കിവിടെ X ആദ്യം കാണാം. X കാണാം. X = 5 × ഇവിടെ 1/6 ആണ്. അത് നേരെ തിരിച്ചിട്ട് 6/1. അപ്പോൾ X 5 × 6 30. X 30 ആണ്. X 30 ആകുമ്പോൾ ആ സംഖ്യയുടെ 5 മടങ്ങ് എത്ര? അപ്പോൾ 5 മടങ്ങാകുമ്പോൾ 5X = 30 × 5 150.
വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാം അതുപോലെ തന്നെയാണ്. ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ 6 1/2 പ്ലസ് 5 1/3 പ്ലസ് 4 1/4 എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ രണ്ട് രീതി ചെയ്യാം. ഒന്ന് വിഷമഭിന്നം മിശ്രഭിന്നമാക്കി ചെയ്യാം, മിശ്രഭിന്നം വിഷമമാക്കി ഭിന്നമാക്കി ചെയ്യാം. അതുപോലെ നമുക്ക് ഈ പൂർണ്ണസംഖ്യകൾ മാറ്റിയും ചെയ്യാം. നമുക്കിവിടെ പൂർണ്ണസംഖ്യകൾ മാറ്റി ചെയ്യാം. ഇവിടെ 6 1/2 പ്ലസ് 5 1/3 പ്ലസ് 4 1/4 ചോദിച്ചിട്ടുള്ളത്. അത്ര ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പൂർണ്ണസംഖ്യകൾ മാത്രം മാറ്റിയെടുക്കാം. അപ്പോൾ 6 പ്ലസ് 5 പ്ലസ് 4 6 4 10 15 പൂർണ്ണസംഖ്യകൾ 15ആണ്. ഇനി ഭിന്നസംഖ്യകൾ 2 പ്ലസ് 1/3 പ്ലസ് 1/4 നോക്കുമ്പോൾ നമുക്ക് ഛേദങ്ങളുടെ ലസാ കൊടുക്കാം. LCM എന്ന് പറഞ്ഞാൽ 2 3 4 LCM വരുന്നത് 12ആണ്. അപ്പോൾ 12 എടുത്താൽ ഇവിടെ 2 × 6 12, 3 × 4 12, 4 × 3 12 ഹരിക്കണം 12 എന്ന് വരും. ഇവിടെ 6 4 10 13 13 ഹരിക്കണം 12 എന്ന് പറഞ്ഞാൽ 12 1/12 ആണല്ലോ. 12 ഹരിക്കണം 13 ഹരിക്കണം 12 എന്ന് പറയും. ഈ 1 12 1 ഹരിക്കണം 12ഉം ഈ 15ഉം കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. 15 പ്ലസ് 1 1/12 അത് പറഞ്ഞാൽ 16 1/12. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി 16 1/12 നമ്മൾ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ √x പ്ലസ് 16 സമം 24 എങ്കിൽ എക്സിൻ്റെ വില, ഇവിടെ എക്സിൻ്റെ വില എത്ര ചോദിച്ചു? എക്സ് കാണാനുള്ളത്. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? ഇവിടെ നമുക്ക് √x പ്ലസ് 16 എന്ന് പറഞ്ഞ് 24ആണ്. അപ്പോൾ √x കാണാൻ എന്താ ചെയ്യുക? √x എന്ന് പറഞ്ഞത് 24 മൈനസ് 16 അതാണ് √x. അപ്പോൾ 8ആണ് √x. √x 8 ആകുമ്പോൾ എക്സ് എത്രയാണ്? എക്സ് = 8 × 8 64. അപ്പോൾ 64ആണ് ആൻസർ. 64 റൂട്ടാണ് 8. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ A/4 = 8:16 ആയാൽ A എത്ര? 8:16. അപ്പോൾ ഇവിടെ A കാണേണ്ടത്. A കാണാൻ നമുക്കറിയാം. ഇവിടെ നേരെ A × 16 4 × 8 ചെയ്താൽ നമുക്ക് Aയുടെ വാല്യൂ കാണാം. അപ്പോൾ ഇവിടെ A × 16 4 × 8 A × 16 എന്ന് പറയുന്നത് 16 A, 4 × 8 എന്ന് പറഞ്ഞാൽ 8 16 32. 16 A 32 ആണ്. അപ്പോൾ 32 A കാണാൻ A = 16. ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവും. 16 ആൻസർ 2. അപ്പോൾ A എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2:4 8:16 ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ അംശബന്ധം 4:3:2 ആയാൽ അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? ഏറ്റവും ചെറിയ കോണളവ്. ഇപ്പോൾ ഒരു ത്രികോണം എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടലായി 180 ഡിഗ്രിയാണ് ടോട്ടൽ ഒരു ത്രികോണം വരുന്നത്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ അംശബന്ധം എന്ന് പറയുന്നത് 4:3:2 എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അംശബന്ധം 4ഉം ഏറ്റവും ചെറിയ അംശബന്ധം 2ഉമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നോക്കാം. 180 ഏറ്റവും ടോട്ടൽ ആ കോണുകളുടെ അളവ് 180 × ഏറ്റവും ചെറുത് നമുക്ക് ചോദിച്ചുള്ളത് 2 ഹരിക്കണം ഇവിടെ 4 + 3 + 2 അതെന്ന് പറയുമ്പോൾ 180 × 2 ഹരിക്കണം 4 + 3 7 2 9 9 നമുക്ക് കട്ട് ചെയ്യാം. 18ൽ 2 പ്രാവശ്യം 20 × 2 40 ഡിഗ്രിയാണ് ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതുപോലെ 3 5/7 ഗുണന വിപരീതം എത്ര? 3 5/7 ഗുണന വിപരീതം. അപ്പോൾ ഇതിൻ്റെ ഗുണവിപരീതം കാണാൻ നമ്മൾ ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുക. അപ്പോൾ നമുക്ക് എടുക്കുന്നത് 7 × 3 + 5
ഹരിക്കണം 7 എന്ന് വരും. 7 × 3 21, 21 + 5 26, 26 ഹരിക്കണം 7 എന്ന് വരും. ഇതിനെ വിഷമഭിന്നമാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഗുണവിപരീതം കണ്ടാൽ മതി. ഇതിൻ്റെ ഗുണവിപരീതം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുക. 7 ഹരിക്കണം 26. ഇതാണ് ഇതിൻ്റെ ഗുണന വിപരീതം. വേറെ ക്വസ്റ്റ്യൻ, a⁻6 ഹരിക്കണം a⁻3 എത്ര? ഇവിടെ നമുക്ക് കൃത്യംഗ നിയമങ്ങൾ അറിയാം. a⁻n ഡിവൈഡ് ബൈ a⁻m = a⁻n - m എന്നറിയാം. ഈ ഒരു മെത്തേഡ് ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ a⁻6 ഹരിക്കണം a⁻3 3 = a⁻6 - 3. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് a³ ആണ്. a³ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത്, ഒരു സംഖ്യയുടെ 1/4 ഭാഗം 6 ആയാൽ ആ സംഖ്യയുടെ 1/2 ഭാഗം എത്ര? ഒരു സംഖ്യ തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്ന സംഖ്യയാണ്. ആ സംഖ്യയുടെ 1/4 ഭാഗം 6 ആണ്. നമുക്ക് കാണേണ്ടത് ആ സംഖ്യയുടെ എക്സിൻ്റെ 1/2 ഭാഗം കാണണം. അതെത്ര ഉള്ളത്? അപ്പോൾ ഇവിടെ എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, എക്സ് = 1/4 ഭാഗം 6 ആണ്. അപ്പോൾ 6 × 1/4 നേരെ 4/1. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 × 4 24 എക്സ്. 24ൻ്റെ 1/2 നമ്മൾ ചോദിച്ചല്ലോ. 1/2 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ നമുക്ക് 12 ഇവിടെ ആൻസർ. സംഖ്യ എന്ന് പറയുന്നത് 24. ആ 24ൻ്റെ 1/2 നമുക്ക് വേണ്ടത്. അപ്പോൾ അത് 12. വേറെ ക്വസ്റ്റ്യൻ, ഒരു റാങ്ക് ലിസ്റ്റിൽ മനോജ് മുന്നിൽ നിന്നും 10ാമതും പിന്നിൽ നിന്നും 90ാമതുമാണ്. അയാൾ ആ റാങ്ക് ലിസ്റ്റിൽ ആകെ എത്ര പേരുണ്ട്? ഇതൊരു ക്യൂ ആണ്. ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും, ഇത് മുന്നിൽ നിന്ന് ഇങ്ങോട്ട് 10ാമതും പിറകിൽ നിന്നും 90ാമതുമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ രണ്ടും പറഞ്ഞിട്ടുള്ളത് 10ാമതും മനോജാണ്, 90ാമതും മനോജാണ്. അപ്പോൾ മനോജ് അവിടെ 2 വട്ടം വന്നിട്ടുണ്ട്. ആ ഒരു ബേസ് നമ്മൾ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ 10 + 90 100 വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 കുറക്കുക. കാരണം ഇവിടെ 2 വട്ടം പറഞ്ഞിട്ടുണ്ട്, 10ാമതും 90ാമതും അയാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 99 ആളുകളാണ് അതിലുള്ളത്. ഇപ്പോൾ ടോട്ടൽ ക്യൂവിലെ എണ്ണം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 7% എന്നത് 35 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര? ഒരു സംഖ്യയുടെ 7% 35 അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സംഖ്യയുടെ 7/100 35 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്ര? ആ സംഖ്യയുടെ 25% എത്ര? അപ്പോൾ ഒരു സംഖ്യയുടെ ശതമാനം തന്നാൽ നമുക്കതിൻ്റെ 100% കാണാം. നമ്മൾ ആ സംഖ്യ അതിൻ്റെ ശതമാനം എത്രയാണോ തന്നിട്ടുള്ളത് × 100 ചെയ്താൽ നമുക്ക് അതിൻ്റെ 100% കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 35 തന്നിട്ടുണ്ട്, 7% തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചോദിച്ചാൽ 100% 25%. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ആൻസർ തന്നെ കണ്ടെത്താം. 35 എന്ന് പറയുന്ന സംഖ്യ, എക്സ് എന്ന് പറയുന്നത് ആ ഈ ശതമാനം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ പറഞ്ഞത് എത്ര ശതമാനമാണ്, ആ ശതമാനം നമ്മൾ ആൻസർ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 35 സംഖ്യ എന്നുള്ളത്, 7% എന്ന് പറഞ്ഞാൽ 35. ആ 35 ഹരിക്കണം 7. എത്ര ശതമാനം എന്നുള്ളത്? 7%. ഈ 35 എന്ന് പറഞ്ഞാൽ 7% ഇൻറ്റു നമ്മുടെ 100 എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ എക്സ് എത്രയാണ് ആ സംഖ്യ കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 25%. അപ്പോൾ നമ്മൾ ടോട്ടൽ 25 കൊടുത്താൽ മതി. ഇവിടെ 25 കൊടുത്താൽ 35ൽ 7 എന്ന് പറയുന്നത് 5 വരുന്നത്. 5 × 25 125. 125 25% എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 25% എന്ന് പറയുന്നത് 125. അപ്പോൾ ഇനി നമുക്ക് നോക്കാം 100% ചോദിച്ചാൽ. നമ്മളോട് 100% ചോദിച്ചാൽ 35 ഹരിക്കണം 7 × 100 ചെയ്യാം. അപ്പോൾ 7 5 5 × 100 500. നമ്മൾ ചോദിച്ചിട്ടില്ല ഇതാണ്. അപ്പോൾ നമ്മൾ 100% എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആൻസർ 500 ആയിരുന്നു. 500ൻ്റെ 25% ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 125. വേറെ ക്വസ്റ്റ്യൻ, 8961 84 കൊണ്ട് പൂർണ്ണമായും ഹരിക്കുന്നതിന് കൂട്ടേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നമുക്കന്ന് ഹരിച്ച് നോക്കാം.
8,961 84 കൊണ്ട് ഹരിച്ചാൽ 84 ഒരു പ്രാവശ്യം, അപ്പോൾ 84. ഇവിടെ 5 0 56 പോവില്ല. 561 6 × 84 504 വരുന്നത്. 57. അപ്പം 57 അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 57 നമുക്ക് കിട്ടിയത്, ശിഷ്ടം കിട്ടിയത്. ഇപ്പോൾ 84 - 57 ചെയ്താൽ മതി. 84 - 57 എന്ന് പറയുമ്പോൾ 27. അപ്പോൾ 27 ആഡ് ചെയ്താൽ ഈ 8,961 കൂടെ പ്ലസ് 27 നമ്മൾ ആഡ് ചെയ്താൽ നമുക്കൊരു പൂർണ്ണസംഖ്യയായി കിട്ടും. 84 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. അതവിടെ ചോദിച്ചിട്ടുള്ളത് എത്ര ആഡ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 27 ആഡ് ചെയ്താൽ മതി. വേറെ ക്വസ്റ്റ്യൻ, 2 ട്രെയിനുകൾ ഒരേ സമയം ഹൈദരാബാദ്, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ നിന്നും യഥാക്രമം 80 km/h, 95 km/h എന്നീ വേഗതകളിൽ യാത്ര ആരംഭിക്കുന്നു. ഇവ ഒരേ സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ 150 km കൂടുതൽ സഞ്ചരിച്ചതായി കണ്ടുവെങ്കിൽ ഹൈദരാബാദും ഡൽഹിയും തമ്മിലുള്ള അകലം എത്ര? ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷെ നമുക്ക് മറ്റുള്ള രീതികളെല്ലാം ടൈം പോകുന്ന രീതികളാണ്. കാരണം നമ്മൾ ഓരോ കിലോമീറ്ററും കണ്ട ശേഷം ചെയ്ത് അരിച്ചും കുണിച്ചോ ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പെട്ടെന്നുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദൂരം തമ്മിലുള്ള അകല ചോദിച്ചിട്ടുള്ളത്. ഡൽഹിയും ഹൈദരാബാദും ഡൽഹിയും തമ്മിലുള്ള അകല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അകലം കാണാൻ ദൂരം = ഇവിടെ ദൂരത്തിൻ്റെ വ്യത്യാസം, ഇൻറ്റു വേഗങ്ങളുടെ തുക ഹരിക്കണം വേഗങ്ങളുടെ വ്യത്യാസം. ഇത് കണ്ടാൽ മതി. ഇത് കണ്ടാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ദൂരത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 180 km നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ദൂരത്തിൻ്റെ വ്യത്യാസം 180 ആണ്. അതുപോലെ ഇവിടെ വേഗങ്ങൾ എന്ന് പറഞ്ഞതിൽ 80 km 95 km ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ വേഗങ്ങളുടെ തുക 80 + 95. അതുപോലെ വേഗങ്ങളുടെ വ്യത്യാസം 90 - 80 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 180 × 80 + 95 എന്ന് പറയുന്നത് 160 175 ഹരിക്കണം 90 - 80 95 - 80 15 വരുന്നത്. ഈ 15 എത്ര പ്രാവശ്യമാണ് 150 വരുന്നത്? കട്ട് ചെയ്യാൻ നമുക്ക് 12 പ്രാവശ്യം വരുന്നുണ്ട്. 10 പ്രാവശ്യം 150 30 2 12 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 12 × 175. 175 10 × 175 1750. 2 × 175 കൂടെ 2100. മൊത്തം 12 × 175 2100 കിലോമീറ്ററാണ് ഡൽഹിയും ഹൈദരാബാദും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രകാരം കിലോമീറ്റർ അകലം. വേറെ ക്വസ്റ്റ്യൻ, 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ ഒരു ജോലി 43 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ 7 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ 43 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, 7 പുരുഷന്മാർ 5 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 3 × 4 × 43 ഹരിക്കണം 3 × 5 പ്ലസ് 4 × 7 ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇത് എത്രയാണ് കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ 3 × 4 × 43 ഹരിക്കണം 3 × 5 15 പ്ലസ് 4 × 7 28. അപ്പോൾ 4 × 3 × 4 × 43 ഹരിക്കണം
15 ഇൻറ്റു 15 പ്ലസ് 28, 15 പ്ലസ് 20 35 43. അപ്പോൾ ഈ 43 കട്ട് ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു 4 വരെ 3 ഇൻറ്റു 4 12. ആ 12 ദിവസമാണ് 7 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും കൂടി ആ ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട സമയം. അടുത്ത് 4 മണിക്കൂർ മുമ്പുള്ള സമയം 3:15 ആയിരുന്നു എങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കാമണിക്കൂർ കഴിഞ്ഞാൽ സമയം എന്ത്? വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ 4 മണിക്കൂർ മുമ്പുള്ള സമയം 4 മണിക്കൂർ മുമ്പ് 3:15 അപ്പോൾ ഇപ്പോൾ സമയം 3:15 പ്ലസ് 4 7:15 ഇപ്പോൾ വരുന്നത്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നത് 7:15 പ്ലസ് 30 0.30 അപ്പോൾ 7:45. ഇനി പറഞ്ഞിട്ടുണ്ട് കാമണിക്കൂർ കഴിഞ്ഞ്, വീണ്ടും കാമണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ മൊത്തം വീണ്ടും 15 7:45 പ്ലസ് 0.15 അപ്പോൾ 8. ഇപ്പോൾ 8 മണിയാണ് 8 മണിയാണ് ഇപ്പോൾ ഈ 3/4 മണിക്കൂർ കഴിഞ്ഞ സമയം. 4 മണിക്കൂർ മുമ്പുള്ള സമയം 3:15 എങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കാമണിക്കൂർ കഴിഞ്ഞാൽ സമയം 8 മണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2000 ഡിസംബർ 24 ഏത് ദിവസമായിരിക്കും? ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ വർഷങ്ങളും 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ വർഷങ്ങളും ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. കാരണം പല ക്വസ്റ്റ്യനിലും ഇത് ആവശ്യമായിട്ട് വരും. 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന വർഷങ്ങളിലെ ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറായിരിക്കും. അപ്പോൾ ഇവിടെ 2000 കൊണ്ട് 400 കൊണ്ട് ഹരിക്കാം. 2000 ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാണ്. നമുക്കറിയാം. ഇവിടെ 2000 ഡിസംബർ 24 അപ്പോൾ എത്ര ദിവസങ്ങളുണ്ട് നോക്കുക, ബാക്കിലോട്ട് എത്ര ദിവസങ്ങളുണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് 2000 ഡിസംബർ 24 എന്ന് പറയുന്നത് നമുക്ക് ഞായറാഴ്ച കിട്ടുക. സെയിം ഡേ തന്നെ വരുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓരോ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, 5 പുസ്തകങ്ങൾ ഒന്നിന് മുകളിലായി ഒന്നായി വെച്ചിരിക്കുന്നു. എയുടെ മുകളിൽ ഇയും ബിയുടെ മുകളിൽ സിയും കിടക്കുന്നു. ബിയുടെ മുകളിൽ എയും സിയുടെ താഴെ ഡിയും കിടക്കുന്നു. ഏറ്റവും അടിയിലുള്ള പുസ്തകം ഏത്? ഇപ്പോൾ ഫസ്റ്റ് വെച്ചിരിക്കുന്നു എയുടെ മുകളിൽ, എ ഇവിടെ വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഇ ആണ്. ബിയുടെ താഴെ സിയും. അപ്പോൾ എയുടെ താഴെ ഏതാ നോക്കുക, ബിയുടെ മുകളിൽ എയും. അപ്പോൾ ബിയുടെ മുകളിലാണ് എ. അപ്പോൾ ഈ എയുടെ താഴെ ബി ആണ്. ഇനി ബിയുടെ താഴെ സി ആണ്. ഓക്കെ. ഇനി നമുക്ക് എയും സിയുടെ താഴെ ഡിയും കിടക്കണം. ഏറ്റവും അടിയിലുള്ള പുസ്തകം ഏത്? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ ഓൾറെഡി ഡി ആണ് ഏറ്റവും അടിയിലുള്ള പുസ്തകം. വേറെ ക്വസ്റ്റ്യൻ, 4 × 5 30, 7 × 3 32, 6 × 4 35 ആയാൽ 8 × 0 എത്ര? അപ്പോൾ 4 × 5 ആണ് 30. അപ്പോൾ ഇതെങ്ങനെ കിട്ടി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കിട്ടും 4 + 1 × 5 + 1. അതെന്ന് പറഞ്ഞാൽ 5 × 6 30. അതുപോലെ 7 × 3 32 എന്ന് പറഞ്ഞു. അപ്പോൾ 7 + 1 × 3 + 1. അപ്പോൾ 8 × 4 32. അതുപോലെ 6 × 4 35 ആണ് പറഞ്ഞത്. 6 + 1 × 4 + 1
6 ഇൻറ്റു 7 ഇൻറ്റു 5 35. വേറെ ക്വസ്റ്റ്യൻ 8 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 8 ഇൻറ്റു 0 ആണ്. 8 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ നമുക്ക് 8 + 1 ഇൻറ്റു 0 + 1 9 ഇൻറ്റു 1. അപ്പോൾ നമ്മുടെ ആൻസർ 9. വേറെ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 10-ഉം 8-ാം പദം 25-ഉം ആണ് എങ്കിൽ ഇതിലെ 4-ാം പദം എത്ര? ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 10-ഉം 8-ാം പദം 25-ഉമാണ് എങ്കിൽ ഇതിൽ 4-ാം പദം എത്ര? ഇപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കാണാം. ഇതിൻ്റെ ആദ്യം പൊതുവ്യത്യാസം കണ്ടാൽ നമുക്ക് പെട്ടെന്നുണ്ട്. നമ്മൾ 3-ാം പദം എന്നിട്ട് അപ്പോൾ 4-ാം പദം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ 3-ാം പദം 4-ാം പദം തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നമുക്ക് 3-ാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 4-ാം പദം കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ പദങ്ങളുടെ വ്യത്യാസം ഹരിക്കണം പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ പദവ്യത്യാസം, പദങ്ങളുടെ വ്യത്യാസം, പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ പദങ്ങളുടെ വ്യത്യാസം. അപ്പോൾ ഇവിടെ 25 - 10, പദങ്ങളുടെ 25-ഉം 10-ഉം. അത് പദസ്ഥാനങ്ങൾ. ഇവിടെ പദസ്ഥാനം എന്ന് പറയുന്നത് 3-ാം പദവും 8-ാം പദം. അപ്പോൾ 8 - 3. ഇപ്പോൾ 25 - 10 എന്ന് പറഞ്ഞാൽ 15. പദസ്ഥാനം 8 - 3 5. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 13 15 ആയിരിക്കണം 3 5 3. പൊതുവ്യത്യാസം 3 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4-ാം പദം എന്താണ്? 3-ാം പദം കിട്ടി. 4-ാം പദം കിട്ടാൻ അപ്പോൾ 3-ാം പദം പ്ലസ് പൊതുവ്യത്യാസം. 3-ാം പദം ഇവിടെ 10 പ്ലസ് പൊതുവ്യത്യാസം 3. അപ്പോൾ നമുക്ക് 13. 4-ാം പദം 13. വേറെ ക്വസ്റ്റ്യൻ, ഒരു സാധനം 10% ലാഭത്തിൽ വിറ്റു. ഇത് 40 രൂപ കുറച്ചാണ് വിറ്റത് എങ്കിൽ 10% നഷ്ടമായിരുന്നു എങ്കിൽ വാങ്ങിയ വില എത്ര? ഒരു കണ്ടാൽ സിമ്പിളും എന്നാൽ ഇത് നോക്കിയാൽ നമുക്ക് മൈനസ് വരുന്നതുമായൊരു ക്വസ്റ്റ്യനാണ്. ഒരു സാധനം 10% ലാഭത്തിൽ വിറ്റു. ഇത് 40 രൂപ കുറച്ചാണ് വിറ്റത് എങ്കിൽ 10% നഷ്ടമായിരുന്നു എങ്കിൽ വാങ്ങിയ വില എത്ര? അപ്പോൾ ഒരു സാധനം 100% നമ്മുടെ ഒരു സാധനത്തിൻ്റെ വില. ആ വില 10% സാധനം 10% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 110%-നാണ് ഞാനത് വിറ്റത്. അതുപോലെ ഞാൻ 10% കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ ഇവിടെ 90%-നാണ് ഞാനത് വിറ്റത്. ശ്രദ്ധിക്കുക, 90%-ന് വിറ്റപ്പോഴാണ് എനിക്ക് 100%-മായ എൻ്റെ മുതലാണ് ഈ 100%. അതിൽ 10% നഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ 90%-നായിരിക്കും ആ സാധനം വിറ്റിരിക്കുക. അതുപോലെ 10% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ 110%-ലായിരിക്കും അത് വിറ്റിട്ടിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10% നഷ്ടമായിരുന്നു. 40 രൂപ കുറച്ചപ്പോൾ 10% നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10% ഓൾറെഡി ലാഭത്തിൽ വിറ്റിരിക്കുന്നു. അത് 40 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് 10% നഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ കാണാം നമ്മൾ വിറ്റ വ്യത്യാസം എന്ന 110 - 90 20 അപ്പോൾ 20% എന്ന് പറയുന്നതാണ് ഈ ഒരു 40 രൂപ എന്ന് പറഞ്ഞത്. ഈ 40 രൂപയാണ് 20%. നമ്മൾ ചോദിച്ചിട്ടുള്ളത് 100% എത്ര? അപ്പോൾ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ 40 രൂപയാണ്. 20% എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കണം 20 ഇൻറ്റു 100% ചോദിച്ചാൽ 100. അത് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം 2 20 ഇൻറ്റു 10 200 രൂപയാണ് ആ സാധനത്തിൻ്റെ വാങ്ങിയ വില.
ഇനി നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 200 രൂപയുള്ള ഒരു സാധനം 10% ലാഭത്തിൽ വിറ്റ്. 200 രൂപയാണ് സാധനത്തിൻ്റെ വില. 10% 210 രൂപയ്ക്ക് വിറ്റ്, 220 രൂപ വിറ്റ്. 200ൻ്റെ 10% 20 രൂപ. ഇനി പറയുന്നു ഈ വിറ്റത് ഞാൻ 40 രൂപ കുറച്ചാണ് വിറ്റത് എങ്കിൽ 10% നഷ്ടമായിരുന്നു. അപ്പോൾ 200 മൈനസ് 40 180-നാണ് വിറ്റിരുന്നതെങ്കിൽ എനിക്ക് 10% നഷ്ടമായിരുന്നു. ഈ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 200 രൂപയാണ് എൻ്റെ മുതൽ. ആ മുതലിൽ നിന്ന് 10% കുറച്ചാൽ 180. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് ഉറപ്പിക്കാതാണോ എന്ന് നോക്കാം. നമ്മൾ അത് ആ ഒരു കിട്ടിയ ആൻസർ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ കറക്റ്റായി കിട്ടും. ഒരു കുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് മണിക്കൂറിൽ 2 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് വീട്ടിലേക്ക് 3 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു. മൊത്തം യാത്രയ്ക്ക് 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീടും സ്കൂളും തമ്മിലുള്ള അകലം എത്ര? കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. ലാസ്റ്റിലേക്ക് നമുക്ക് ആൻസർ തെറ്റിപ്പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. ആദ്യം നമുക്ക് വേഗങ്ങളുടെ ശരാശരി കാണാം. ആവറേജ് വേഗം എന്ന് പറഞ്ഞാൽ 2xy ഹരിക്കണം x+y ആണ് ആവറേജ് വേഗത കാണാം. അപ്പോൾ 2 × 2 × 3 ഹരിക്കണം 2 + 3. അപ്പോൾ ചെയ്യുമ്പോൾ 2 × 2 × 3 ഹരിക്കണം 5. 2 × 2 4, 4 × 3 12. 12 ഹരിക്കണം 5 എന്ന് കിട്ടി. ഇനി നമ്മളൊന്നുണ്ട് മൊത്തം ഈ യാത്രയിൽ 5 മണിക്കൂർ എടുത്തെങ്കിൽ വീടും സ്കൂളും തമ്മിലുള്ള അകലം എത്ര? നമുക്ക് സഞ്ചരിച്ച ദൂരം കാണാം. വേഗം ഇൻറ്റു സമയം ചെയ്താൽ നമുക്ക് ദൂരം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. 5 മണിക്കൂറാണ് സമയം. വേഗം 12 ഹരിക്കണം 5 ആണ്. ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസിയായി കട്ട് ചെയ്യാൻ പോകും. ഈ 12 ഹരിക്കണം 5 നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ 5 നമുക്ക് കൊടുക്കാം. 5 മണിക്കൂർ കൊടുക്കാം. അപ്പോൾ 5 കട്ട് ചെയ്യാൽ മൊത്തം 12 കിലോമീറ്ററാണ് സ്കൂളും അതുപോലെ വീടും തമ്മിലുള്ള അകലം. പക്ഷേ നമ്മളോട് കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ എടുത്തത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക്, അതുപോലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കും തിരിച്ചും. അപ്പോൾ നമ്മൾ നോക്കണം 2 വേഗങ്ങളാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ സ്കൂളിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും എയിലേക്കും എയിൽ നിന്നും ബിയിലേക്കും തിരിച്ചുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ നോക്കുമ്പോൾ 12 ഹരിക്കണം 2 കൊടുക്കണം. ഓപ്ഷനിൽ നിങ്ങൾക്ക് 12 ഉണ്ടാവും, 6 ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്കൂളിൽ നിന്നും അതുപോലെ വീട്ടിലേക്ക് കറക്റ്റ് ദൂരം എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്ററാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്ഷനിൽ 12 കിലോമീറ്റർ, നമുക്ക് ഫസ്റ്റ് ആൻസർ 12 കിട്ടുക. പക്ഷേ അത് നമ്മൾ കറുപ്പിച്ചുള്ള ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ 6 കിലോമീറ്ററാണ് ഒറിജിനൽ ആ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള അകലം. വേറെ ക്വസ്റ്റ്യൻ. ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം 12:13 പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 24 കൂടുതലാണ് എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? അവിടെ അംശബന്ധം 12:13. ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 24 വ്യത്യാസം 24 കൂടുതലാണ്. നമ്മളോട് ശ്രദ്ധിക്കുക. ഇവിടെ അംശബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണാം. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ 12 13 - 12 1 ഈ 1 എന്ന് പറയുന്നതാണ് 24 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അംശബന്ധം നമുക്ക് കിട്ടി. ആ ഒരു അംശബന്ധമാണ് 24. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളുടെ എണ്ണം എത്ര. ആൺകുട്ടികളുടെ എണ്ണം 12 12 അംശബന്ധമാണ്. 12 × 24 ചെയ്താൽ മതി. 12 × 24 ചെയ്താൽ 210 × 24 240. 2 × 24 48 288. അപ്പോൾ ആൻസർ ആൺകുട്ടികളുടെ എണ്ണം 288. വേറെ വശം 100-നും 400-നും ഇടയിൽ 6 കൊണ്ട് നിശേഷം വരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ ഇവിടെ 100-ന് ശേഷം
6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 102 അതുപോലെ 400-ന് ശേഷം 400-ന് മുമ്പ് എന്ന് പറഞ്ഞാൽ 396 അപ്പോൾ നമുക്ക് അതിലെ പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഹരിക്കണം പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്താൽ നമുക്ക് പദങ്ങളുടെ എണ്ണം കാണാം. പദങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 396 മൈനസ് 102 ഹരിക്കണം പൊതുവ്യത്യാസം 6 പ്ലസ് 1. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 392 കുറച്ച് പോയാൽ 294 ഹരിക്കണം 6 പ്ലസ് 1. അപ്പോൾ 296 ഹരിക്കണം 4 6 24 4 പ്രാവശ്യം ബാക്കി 54 9 പ്രാവശ്യം. അപ്പം 49 പ്ലസ് 1 വരും 50. ആൻസർ 50. വേറെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതി 8 എങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യ എക്സ് എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ 3 മടങ്ങിൽ നിന്നും 3 മടങ്ങിൽ നിന്നും 3x മൈനസ് 5 കുറച്ചതിൻ്റെ പകുതി എന്ന് പറയുന്നത് 8 ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3x മൈനസ് 5 എന്ന് പറയുന്നത് 8 × 2 16. ഇനി 3x കാണാൻ 16, ഇവിടെ മൈനസ് 5 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 5 ആകും. 16 പ്ലസ് 5 എന്ന് പറയുന്നത് 21. എക്സ് കാണാൻ 21, ഇവിടെ ഗുണിക്കണമെന്നില്ല, 3 ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവും. 21 ഹരിക്കണം 3 7. എക്സ് എന്ന് പറയുന്നത് 7 അപ്പോൾ 7ൻ്റെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതിയാണ് 8. അത് ചെയ്ത് നോക്കാം. ഇവിടെ 3 × 7 ചെയ്യുക, 21 മൈനസ് 5 ആയിരിക്കണം 8, 5 ആയിരിക്കണം 2, 8 നോക്കാം. വേറെ ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്ക് 9:20 സമയം കാണിക്കുമ്പോൾ ക്ലോക്കിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഇപ്പോൾ പ്രതിബിംബത്തിൻ്റെ സമയം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 11.60 നിന്ന് കുറക്കുകയാണ്. 9.20 കുറക്കുക. അപ്പോൾ 4 11 9 പോയാൽ 2:40 ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.